മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, നവംബർ 21 കർത്താവ് നമ്മളോട് പറയുന്ന സുവിശേഷ ഭാഗം, തൻ്റെ രാജ്യം ഐഹികമല്ല, തൻ്റെ രാജ്യം ഇവിടെയല്ല. ആവർത്തിച്ച് താൻ രാജാവാണോ എന്ന് പീലാത്തോസിൻ്റെ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഇവിടെയല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല. നിങ്ങൾ കാണുന്ന ഒരു രാജ്യം, നിങ്ങൾ ഭരിക്കുന്ന രാജ്യം, അതല്ല എൻ്റെ രാജ്യം. ജനഹൃദയങ്ങളിൽ അവിടെയാണ് എൻ്റെ രാജ്യം. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുന്ന ആ കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല. തൻ്റെ രാജ്യം എവിടെയാണെന്ന് ആ പീലാത്തോസിനോ അവിടെയുള്ള പടയാളികൾക്കോ മനസ്സിലാകുന്നില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഇവിടെയല്ല. ഈശോ പറഞ്ഞ കാര്യം നമ്മുടെ എല്ലാവരുടെയും ഹൃദയമാണ് അവിടുത്തെ രാജ്യം. ആ ഹൃദയത്തിൽ നമ്മൾ കർത്താവിനെ പൂജിക്കുമ്പോൾ നമ്മൾ ആ രാജ്യത്തിലെ അംഗങ്ങളായി മാറുന്നു. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, കർത്താവ് പറഞ്ഞ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, ആ രാജ്യത്തിൻ്റെ ഭംഗി, ആ രാജ്യത്തിൻ്റെ കെട്ടുറപ്പ്, അതെല്ലാം നമ്മിലൂടെ നിറവേറ്റപ്പെടുന്നു. രാജ്യത്തിലെ അംഗങ്ങൾ നമ്മളെല്ലാവരുമാണ്. നമ്മുടെ ഹൃദയമാണ് അവിടുത്തെ രാജ്യം. ആ ഹൃദയത്തിലാണ് രാജാവായി ഈശോ വാഴുന്നത്. നമുക്ക് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ഹൃദയത്തിൽ ഈശോയാണോ രാജാവ്, അതോ വേറെ വല്ലതും? നമുക്ക് തമ്പുരാനെ രാജാവായി സ്വീകരിക്കാം. ആ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മെ വഴി നടത്തും.